ഉപേക്ഷിച്ച് കളയുന്ന പല വസ്തുക്കളും വലിച്ചെറിയാനുള്ളതല്ല, അവയെല്ലാം മനോഹരമാക്കാം. ഉപയോഗശൂന്യമായ ചിരട്ടകൾ ശേഖരിച്ച് നിലമ്പൂർ സ്വദേശിയായ രതീഷ് നിർമ്മിച്ചത് അതിമനോഹരമായ ഒരു വീണയാണ്. പാഴ്ചിരട്ടയിൽ വീണ നാദം വീട്ടുന്ന ആ കാഴ്ചകൾ. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ രതീഷിന് വീണ മീട്ടാൻ അറിയില്ല. ഗായകൻ പോലുമല്ല, വീണ കണ്ടിട്ടേയുള്ളൂ. എന്നാൽ 1.5 വർഷം മുൻപ് മൈസൂരു കൊട്ടാരം സന്ദർശിച്ചപ്പോൾ കൈപ്പത്തിയുടെ വലുപ്പത്തിലുള്ള വീണ കണ്ടതാണ് നിർമ്മാണത്തിന് പ്രേരണയായത്. പിന്നീട് എന്തുപയോഗിച്ച് വീണ നിർമ്മിക്കുമെന്ന ചിന്തയായി. അങ്ങനെയാണ് ജോലിക്ക് പോകുന്ന ഇടങ്ങളിൽ നിന്നും വീട്ടുകാർ ഉപേക്ഷിച്ച ചിരട്ടകൾ ശേഖരിക്കാൻ തുടങ്ങിയത്. പിന്നീട് 6 മാസം നീണ്ട പ്രയത്നത്തിലൂടെ വീണ റെഡി. ഞങ്ങളൊരു ഫാമിലി ടൂർ ഉണ്ടായിരുന്നു, മൈസൂർ പാലസ് വരെ. അവിടുന്ന് ഒരു കുഞ്ഞു വീണ കണ്ട് അതിലാണ് ഇതിലൊരു ഇത് വന്നത്. പിന്നെ വീണേനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പം അങ്ങനെ നമ്മള് ഫോട്ടോയിൽ കാണുന്ന സരസ്വതിൻ്റെ അതിൽ വെച്ച് ആ വീണ കണ്ടാണ് പിന്നെ ഉണ്ടാക്കിയത്. എത്ര കിലോ ചിരട്ട ഇതിപ്പോൾ 13,400 ഇതിൻ്റെ വെയിറ്റ്. ഏകദേശം നല്ല കട്ടിങ് കനക്കുള്ള ചിരട്ടയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പശ അറാൾഡേറ്റാണ് ചെയ്തിട്ടുള്ളത്. ചിരട്ടയിൽ നിർമ്മിച്ച വീണ കേട്ടറിഞ്ഞ് പല ദേശങ്ങളിൽ നിന്നായി വീണ മീട്ടാൻ അറിയാവുന്ന ആളുകൾ പലരും വന്നെത്തി. കാണാനെത്തിയവരിൽ നിന്നും ആളുകൾ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞതോടെയാണ് രതീഷിന് താൻ നിർമ്മിച്ചത് സാധാരണ ശില്പമല്ലെന്ന് മനസ്സിലായത്. ഇത് നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നുള്ള ആ ഒരു ഇതുകൊണ്ട് രാവിലെ ഒരു 4 മണി 4:30 പണിയിട്ട് അങ്ങനെ തുടങ്ങി. പിന്നെ വൈകുന്നേരം പണിയേറി വന്ന് അങ്ങനെയും കുറച്ച് നേരം ഇരിക്കും, ഒരു 10 മണി വരെയൊക്കെ. ആശയക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ 1-2 പിന്നെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് വന്നിട്ടേ വീണ കൊടുക്കുള്ളൂ. നമുക്ക് വിലേൻ്റെ അല്ല, നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കിയില്ലേ, വിലയും നോക്കണില്ല, നമുക്ക് ആവശ്യക്കാരിച്ച കൊടുക്കാം. നേരത്തെ ചിരട്ട കൊണ്ട് രതീഷ് പൂച്ചട്ടികൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇനിയും പുതിയ പരീക്ഷണങ്ങൾ നടത്താനാണ് ഈ കലാകാരന്റെ തീരുമാനം. റിപ്പോർട്ടർ, മലപ്പുറം.